ഹായ് മാം. ഹായ്. നമ്മുടെ സൊസൈറ്റിയിൽ മാർക്ക് കുറഞ്ഞവർക്കാണ് ഹ്യൂമാനിറ്റീസ് എന്നൊരു ചിന്താഗതി ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? മാം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉണ്ട് ഒരു മിസ്റ്റേക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കുറഞ്ഞവർക്കുള്ളത് മാത്രമാണോ ഹ്യൂമാനിറ്റീസ് സ്ട്രീം? ആരാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇതേപോലെയുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്? എൻ്റെ ഒരു പേഴ്സണലി അഭിപ്രായത്തിൽ ഇന്നത്തെ നമ്മുടെ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് പലർക്കും അറിയില്ല. പലപ്പോഴും പല സ്റ്റുഡൻസും ഇന്ന് ഹ്യൂമാനിറ്റീസ് ഓപ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം തന്നെ പല റീസൺസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, മാർക്ക് കൂടിയവർ സയൻസ് സ്ട്രീം, ദെൻ കൊമേഴ്സ്, ദെൻ ഹ്യൂമാനിറ്റീസ്. അത് ആരാണ് ഇതേപോലെയുള്ള കാറ്റഗറി ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഒരിക്കലും നമ്മുടെ ഒരു സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ നമ്മൾ ചെയ്തിട്ടില്ല. ഏതൊരാൾക്കും എടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രീമാണ് ഹ്യൂമാനിറ്റീസ് സ്ട്രീം. പിന്നൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10th പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ വരുന്നൊരു ക്വസ്റ്റ്യനാണ്, ഇനി എഞ്ചിനീയറിംഗ് ആണോ അതോ മെഡിസിൻ ആണോ? പാരൻസ് എവിടെയെങ്കിലും സീറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും മാത്രം നമ്മുടെ നാട്ടിൽ ഉണ്ടായാൽ മതിയോ? നമ്മുടെ നാട് ഭരിക്കുന്നത്, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഈ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവരെയല്ലേ നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഹ്യൂമാനിറ്റീസ് ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ എന്തൊക്കെയോ നമ്മുടെ സൊസൈറ്റിയുടെ ചില പ്രഷറുകളായിരിക്കാം, പാരൻസിന് ചിലപ്പോൾ അറിവില്ലായ്മ, പാരൻസിൻ്റെ ലാക്ക് ഓഫ് അവയർനെസ്, കരിയർ അവയർനെസ് കൊണ്ടായിരിക്കാം ഇവർക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റാത്തത്. നമ്മുടെ 10th പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള നോളജ് ഇല്ല ഏത് സബ്ജക്റ്റ് ചൂസ് ചെയ്യണം എന്നുള്ളതിന്. അതിൽ ആർക്കാണ് അവയർനെസ് ഉണ്ടാവേണ്ടത്? നമ്മുടെ പാരൻസിനല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പാരൻസിന് ഒരു അവയർനെസ് കൊടുക്കണം. എന്തൊക്കെയാണ് നമ്മുടെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതിനുള്ള ഒരു അവയർനെസ് ആദ്യം കൊടുക്കണം.